ഭൂമിയിലെ ജീവികളുടെ പരിണാമം എന്ന് പറയുന്നത് എപ്പോഴും ആളുകളിൽ ഒരു വളരെയേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നത് ചില ശാസ്ത്രജ്ഞർ പറയുന്നത് കുരങ്ങ് സദൃശരായ ജീവികളിൽ നിന്നും മനുഷ്യർ പരിണമിച്ചത് ഇറച്ചികൾ അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയത് കൊണ്ടാണെന്നാണ്. മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളുടെ മാംസം സംസ്കരിക്കാനും പഠിച്ചതിനെ തുടർന്ന് മനുഷ്യൻ അവന്റെ ഉൽപ്പത്തിയുടെ ആദ്യ പടി കടന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. അതായത് വെഗാൻ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നതെങ്കിൽ ഹോമോ സാപ്പിയൻസിലേക്കുള്ള പരിണാമം ഒരിക്കലും സാധ്യമാകുകയില്ല എന്നാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത്. അതായത് പാലിയോ ഡയറ്റിൽ ആനിമൽ പ്രോട്ടീൻ സാമാന്യമായ അളവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഹോമോ സാപ്പിയൻസിന്റെ ഉൽപ്പത്തിക്ക് കാരണമായി. മൃഗങ്ങളെ വേട്ടയാടി ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാൻ മനുഷ്യനായിട്ടുള്ള നമ്മുടെ പൂർവികർ തുടങ്ങിയത് ആയുധങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ഉദാഹരണത്തിന് അമ്പും വില്ലും, കുന്തം, കോടാലി, മാംസം ചീന്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കത്തികൾ, ഇവയെല്ലാം നിർമ്മിക്കുവാൻ മനുഷ്യർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ തുടങ്ങി. അതുപോലെ തന്നെ തീ ഉപയോഗിക്കുവാൻ പഠിച്ചത്, അത് ഉപയോഗിച്ച് മാംസം ഭാഗം ചെയ്ത് ഉപയോഗിച്ചത് അവരുടെ തലച്ചോറിന്റെ വികാസത്തിന് സഹായിച്ചു. മൃഗവേട്ടയുമായി ബന്ധപ്പെട്ടാണ് കലകൾ രൂപപ്പെട്ടത്. മൃഗങ്ങളെ കീറി മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങിയതോടുകൂടി അനാട്ടമി തുടങ്ങിയവയുടെ ആദ്യ മുകുളങ്ങൾ മുളപൊട്ടിയെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു. പിന്നീട് ഇറച്ചിക്കായി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതോടുകൂടി നാഗരികതയിലേക്ക് കടക്കുവാൻ സാധിച്ചു. ഏകദേശം 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാംസാഹാരം നമ്മുടെ പൂർവികരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതായി ഗവേഷകർ കണ്ടുപിടിച്ചു. പഴങ്ങളും കിഴങ്ങുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി മാംസാഹാരം മനുഷ്യർ ശീലിച്ചു തുടങ്ങി. ഏകദേശം 15 മില്യൺ വർഷങ്ങൾ കലോറിക്കും പോഷക ആഹാരങ്ങൾക്കുമായി പഴങ്ങൾ, കിഴങ്ങുകൾ, വേരുകൾ തുടങ്ങിയവയെ ആണ് മനുഷ്യ പൂർവികർ ആശ്രയിച്ചത്. വേരുകളും മറ്റും ചവയ്ക്കുവാൻ കൂടുതൽ സമയങ്ങൾ അവർക്ക് ആവശ്യമായി വന്നു. എന്നാൽ മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയതും അവ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയവയും ഇവർക്ക് സമയത്തിൽ ലാഭമുണ്ടാക്കി. ഇത് മനുഷ്യരുടെ പൂർവികരിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കും. മാംസാഹാരം കൂടുതൽ സമയം ലാഭിക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ എനർജി ശേഖരിക്കുവാനും അവരെ സഹായിച്ചു. മാംസം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയതോടുകൂടി താടിയെല്ലുകളുടെ കട്ടി കുറയുകയും പല്ലുകൾ ചെറുതാകുകയും ചെയ്തു. ഇത് തലയോട്ടിയിലും കഴുത്തിലും മാറ്റങ്ങൾക്ക് കാരണമായി. അതായത് തലയോട്ടി വികസിച്ച് ഇത് കൂടുതൽ തലച്ചോർ ഉൾക്കൊള്ളാൻ കാരണമായി. ഈ ഒരു കാരണം ബുദ്ധിശക്തിക്ക് വഴിതെളിച്ചു. മറിച്ച് നമ്മൾ മനുഷ്യരുടെ പൂർവികൾ ഒരു സസ്യബുക്കുകളായിട്ട് തന്നെ തുടരുകയായിരുന്നെങ്കിൽ ഈ ഒരു മാറ്റം സാധ്യമല്ലായിരുന്നു എന്നാണ് ഗവേഷകർ ഉന്നയിക്കുന്നത്. ആധുനിക സമൂഹമായി പരിണമിച്ചതിന് ശേഷം ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് വെഗാനിസം ഉയർന്നു വന്നത്. മൃഗങ്ങളോടുള്ള ക്രൂരത, മൃഗങ്ങളെ ഭക്ഷണത്തിനായി വളർത്തുക, ഇവ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മതവിശ്വാസം, മിതമായ മാംസാഹാരം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് വെഗാനിസം ശക്തിപ്പെടാൻ കാരണമായത്. എന്നാൽ മനുഷ്യ പൂർവികരുടെ ഉൽപ്പത്തി, വികാസ ചരിത്രം എന്നിവ വെഗാനിസത്തെ പിന്തുണയ്ക്കുന്നില്ല. വെഗാനിസം എന്ന് പറയുന്നത് ഒരു ചരിത്ര വിരുദ്ധമായി മാറുന്നു. നമ്മൾ ഇറച്ചി കഴിക്കാതിരുന്നാലും നമ്മളുടെ ജീനുകൾ, ചരിത്രങ്ങൾ മാംസഭക്ഷണത്തിന് തെളിവുകൾ നൽകുന്നു.